മൂണിനെ വിളിക്കാൻ പോവാണ്. അമ്പിളിമാമൻ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5-ലെ അമ്പിളിമാമനാണ് കേട്ടോ ഇത്. നമ്മുടെ സെബക്കുട്ടിയാണ്. വെൽക്കം സെബ മൂൺ ഓൺ സ്റ്റേജ്. എന്തുണ്ട്, സുഖാണോ? സുഖാണ്. ഈ കുട്ടികള് രണ്ടു വശത്ത് പിന്നിട്ട് സത്യം പറയാലോ അതൊരു എന്തൊരു കലയാന്നറിയാമോ? രണ്ടു വശത്ത് എനിക്ക് ഇപ്പോഴും ആഗ്രഹമാ മുടി രണ്ടു വശത്ത് പിന്നിട്ട് നടക്കണം. പിന്നീട് അത് പക്ഷെ കളിയാക്കും. പിന്നീട് തമിഴില് പിന്നെന്ന് പറഞ്ഞാൽ എന്താന്നറിയാമോ? പിന്നി പിന്നി എന്ന് പറഞ്ഞ പിന്നി സൂപ്പറായി. പക്ഷെ ഇങ്ങനെ പിന്നിട്ട് നടക്കാം എന്ത് രസമാണ് അല്ലേ? അടുത്ത ദിവസം പിന്നി കൊണ്ടുവരും. ഞാൻ പിന്നി കൊണ്ടുവരാം. ഒരു ദിവസം ഞാൻ ഇവിടെ പിന്നി വരും. ഞാനും റിമി എപ്പിസോഡ് പിന്നീടെടുക്കാൻ പോവാണ്. എപ്പിസോഡ് പിന്നെ എടുക്കും. ഈറനെടുത്തും കൊണ്ട് അമ്പരം ചുറ്റുന്ന പാടിയത് ജാനകിയമ്മ, ലിറിക്സ് ഭാസ്കരൻ മാഷ്, മ്യൂസിക് ബാബുരാജ് മാഷ്, സിനിമ ഇരുട്ടിന്റെ ആത്മാവ്, വർഷം 1966. താങ്ക് യു. സൂപ്പർ ഗോപാല്.
വെരി ഗുഡ് സെബ മോൻ, താങ്ക് യു സർ. വെരി നൈസ്. സെബക്കുട്ടി കലക്കി കസറി Thank you. നന്നായി പാടിയോ? കുഴപ്പമില്ലാണ്ട് വിലയിരുത്തുമ്പോ എന്ത് തോന്നുന്നു? എവിടേക്കോ ഒരു ബ്രീത്ത് എത്താത്ത പോലെ തോന്നി. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ, സെബ മോൻ ഓ അടിപൊളിയായിട്ട് പാടി, വളരെ 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 മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. കാരണം നല്ല വോയിസ് ആണ്, ബ്യൂട്ടിഫുൾ വോയിസ്. അത് മാത്രമല്ല സ്ട്രെയിൻ ഇല്ലാതെ, മുഖത്തധികം സ്ട്രെയിൻ കാണിക്കാതെയാണ് മോള് ഹൈ പിച്ചൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ പാടുന്നത്. പിന്നെ സംഗതികൾ പാടുമ്പോഴും മുഖത്ത് ഭയങ്കര ഒന്ന് വൈബ്രേഷൻ, മുഖത്തിന് തലയ്ക്കൊന്നും വൈബ്രേഷൻ ഇല്ല, തൊണ്ട തന്നെയാണ് അനങ്ങണത്. യെസ്, അപ്പൊ എന്തായാലും കൊള്ളാം, വളരെ മനോഹരമായിട്ട് പാടി. ചെറിയതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അതായത് ഒന്ന് കൊട്ടി അടച്ചൊരി കോവിലിൻ, അതിന്റെ ആദ്യത്തെ ആ കോവില് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. പിന്നെ രണ്ടാമത് കൊട്ടി അടച്ചൊരു പാടിയപ്പോൾ ഇത്തിരി ഷാർപ്പായി ശ്രുതി. പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന വെൺമുകിലെ കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്യായിരുന്നു. അതാണ് ശ്വാസം കിട്ടാണ്ട് കുറച്ചൊന്ന് നേരത്തെ നിർത്തി, ഒന്ന് കുറച്ചും കൂടി സ്റ്റഡി ആയിട്ട് കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്താൽ നല്ലതായിരുന്നു. എന്തിനീ ശ്രീകോവിൽ, ആ ലൈനൊന്ന് പാടി. എന്തിനീ ശ്രീകോവിൽ ചുറ്റിടുന്നു, എന്തിനി ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ. വൃഥ 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 വൃദ്ധയല്ല, ധ വൃഥ, കഥയുടെ ധ, ധ ധ വൃഥ വൃഥാ വൃഥ. വൃഥാ. നോട്ട് കറക്റ്റ് ആയിട്ട് കാണിക്കണം കേട്ടാ. സംഗതികൾക്കൊക്കെ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്, അതൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചരണം അടിപൊളിയായിട്ട് പാടി. അനുപല്ലവിയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചരണമാണ്. താങ്ക് യു സർ. അവിടെ ആ നൊമ്പരം ഓർക്കാതെ ആ സംഗതികളൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന നൊമ്പരം ഓർക്കാതെ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ലൈനിലൊരു സംഗതി ഉണ്ടല്ലോ, മാനത്ത് ചിരിക്കുന്ന. യെസ്, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. വെരി ഗുഡ്. യു ആർ എ വെരി ടാലന്റഡ് സിംഗർ. താങ്ക് യു സർ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. സേബക്കുട്ടി, എന്തോ മധു പറഞ്ഞത് അങ്ങനെ ഞാനും റിപ്പീറ്റ് ചെയ്യുന്നു. യു ആർ എ വെരി ടാലന്റഡ് സിംഗർ. താങ്ക് യു മാം. മിടുക്കിയാണ്. കാരണം ഈ പാട്ടില് ഈ പാട്ട് അങ്ങനെ ഈസി ഒന്നും അല്ല പാടാനായിട്ട്. അതിനകത്ത് വരുന്ന ആ ചുണുക്കൻ സംഗതികളുണ്ടല്ലോ, ചെറിയ പൊടി സംഗതികൾ, അത് നിസ്സാരമായിട്ട് ഒരു കോമ്പറ്റീഷൻ നിസ്സാരമായിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും നമ്മൾ യു നീഡ്, എന്താ പറയണ, അത്രയും ഒരു കോൺഫിഡൻസ്, അത്രയും പ്രാക്ടീസ്. മോളുടെ പ്രാക്ടീസ് ആണ് ഇന്ന് ഇവിടെ കണ്ടത്, ആ ഒരു ഈസി ആയിട്ട് പാടിയത്. അതുപോലെ മധു പറഞ്ഞ പോലെ എനിക്ക് ഫുൾ പാടിയതിൽ ഏറ്റവും ഞാൻ രസിച്ചത് ചരണമാണ്. വളരെ നന്നായിരുന്നു. അതിനകത്ത് നല്ല സംഗതികളും വളരെ എക്സ്പ്രഷൻ എല്ലാം നന്നായിരുന്നു. പിന്നെ മോൾക്ക് ഒരു വലിയൊരു ഗുണം കണ്ടത്, മോൾക്ക് ശ്വാസം എടുക്കാൻ നന്നായിട്ട് അറിയാം. ശരിക്കും ശ്വാസം ഇപ്പൊ മുട്ടിപ്പോയി എന്ന് നമുക്ക് തോന്നിയാലും ബട്ട് അത് മോൾക്ക് നന്നായിട്ട് അത് എത്തിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ അറിയാം. ഇതൊക്കെ വലിയ കഴിവാണ് മോളെ. നമ്മൾ വിചാരിക്കും ശ്വാസത്തിനെ കുറിച്ചൊന്നും അത് വലിയ കാര്യമല്ല. നല്ല പ്രത്യേകിച്ച് സിനിമാ പാട്ട് പാടാൻ ശ്വാസം കറക്റ്റായിട്ട് എവിടെ കട്ട് ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. SPB സാറെല്ലാം ഒരു ബാർ ഇട്ട് വെക്കും, കറക്റ്റായിട്ട് അവിടെ ശ്വാസം ആരും അറിയില്ല ശ്വാസം പുള്ളി അദ്ദേഹം എടുക്കുന്നത്. അപ്പൊ അതൊരു വലിയ പഠനമാണ് ഈ ഫിലിം എസ്പെഷ്യലി ഫിലിം സിംഗിങ് പാടുന്നതിൽ. അത് വലിയൊരു കഴിവാണ്, ശ്വാസം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ രാജാവാണത് നമ്മുടെ നടുക്കിരിക്കുന്ന മിസ്റ്റർ ഹണി. മിസ്റ്റർ ഹണി ബാലകൃഷ്ണൻ. മോളെ, എനിക്ക് ആ കൊച്ചു കിനാവുകൾ ലാസ്റ്റ് തുണ്ടുപല്ലുവലി പാടിയപ്പോ അവിടെ ഒന്ന് ചെറുതായിട്ട് അവിടെ കൊച്ചു ചേരാനൊരു ഇത് പോയി. അതുപോലെ തന്നെ അനുപല്ലവിയുടെ ഫസ്റ്റ് ആ ഒരു കൊട്ടിയടച്ചൊരി, ഈ വരുമ്പോ എന്താ മോക്ക് ഇത്ര വലിയൊരു, അതെ കോയുടെ ദേഷ്യമാണോ? കോയ പാവല്ലേ, അത് പാടിയപ്പോ അവിടെ അങ്ങ് ശ്രുതി അങ്ങോട്ട് അതുവഴി അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാ കോയ്ക്കും ഒരു ഇതില് കോയെ നമുക്ക് സ്നേഹിക്കാം. കോ പാവമല്ലേ, കോയില്ലാതൊരു പാട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിന്നാലും എന്നുള്ളതിലൊരു സംഗതി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്ത് രസമായിട്ട് അത്രയും സ്പീഡ് സംഗതി എടുക്കണം. എനിക്ക് ഇതിനകത്ത് മനസ്സിലാവാത്ത വാസന്തി പൂമാല, അത് എന്ത് പൂമാലയാന്ന് മോക്കറിയാവോ? റിമിക്കറിയാവോ വാസന്തി പൂമാല? എന്റെ വീടിന്റെ അടുത്തൊരു വാസന്തി സ്ഥിരമായിട്ട് ഒരു പൂമാല വെക്കുമായിരുന്നു. അതിപ്പോ ഉണ്ടാക്കി പറഞ്ഞു. വീടിനടുത്ത് പിന്നെ വാസന്തി വെച്ചു തുടങ്ങിയ പിന്നെ ഞാനും വെച്ചു, പിന്നെ അത് കണ്ട് ലക്ഷ്മിയും വെച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും വാസന്തി. ഓക്കെടാ, ഗോഡ് ബ്ലെസ് യു.
റിമോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോളെ. രസമായി പാടും കേട്ടോ. നല്ലൊരു സിംഗറാണ് മോള്. അതിലുപരി എന്താ പറയാ, ഈ പാട്ടിന് 4 വരിയൊക്കെ നമ്മൾ എപ്പോഴും കേട്ട് വിടുമായിരുന്നു. എന്തൊരു രസമുള്ള പാട്ട്, എന്ത് ടഫാണ് ഈ പാട്ട്. ഇതിൽ പല സംഗതികളും മോള് നല്ല പുഷ്പം പോലെ എടുത്ത്. അതെ, ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു നല്ല ശബ്ദവും നല്ല ഇങ്ങനെ ശബ്ദം അല്ലേ അങ്ങനെ ഒഴുകി വന്നു. അപ്പോഴും ഒരു എക്സ്പ്രഷൻ വ്യത്യാസമില്ലാതെ ഒരു ഇരിപ്പിൽ ഒരു ആഹാ എന്ന് പോലും വെക്കാതെ അമ്മയും അമ്മൂമ്മേനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. നിങ്ങൾ നോക്കൂ, സാധാരണ അച്ഛനെ വരാറ്. അതെ. ഇന്ന് അമ്മയാണോ വന്നേ? അല്ല അതെന്നെ തെറ്റിദ്ധരിച്ചെന്ന് പറയട്ടെ, രണ്ടുപേരുടെ ഇരിപ്പ് ഇങ്ങനെയായിരുന്നെന്ന്. അല്ല ഉറക്കല്ല, അവരെ ആസ്വദിക്കുക പ്രോഗ്രാമിൽ. പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു. എല്ലാരും ഇങ്ങനെ ചെയ്യുന്നവരല്ല പ്രോഗ്രാമില്. ചിലർ ഇരുന്നാലും മനസ്സിൽ ഇങ്ങനെ അവരെ ആസ്വദിക്കുക. അവർക്ക് പുറത്ത് ചിലപ്പോൾ അത് കാണിക്കാൻ അറിയത്തില്ല. പക്ഷെ സ്വന്തം മോളല്ലേ, അവർ നെഞ്ചെടുപ്പോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഈ ഫ്ലൈറ്റിലൊക്കെ ഏതെങ്കിലും വണ്ടിയിൽ ഇട്ട് ടേക്ക് ഓഫ് ആണ്, ഫ്ലൈറ്റ് ഇപ്പൊ പൊങ്ങും എന്ന് പറഞ്ഞ പോലെയായിരുന്നു 3 പേര്. പക്ഷെ എത്ര സൂപ്പർ സംഗതികൾ വന്നാലും നമ്മൾ അറിയാണ്ട് ഇങ്ങനെ പോലും. പക്ഷെ അവര് 3 പേര് റിമി അപ്പൊ ഇങ്ങോട്ടാണോ നോക്കിക്കൊണ്ടിരുന്നത്? ആദ്യം അങ്ങോട്ട് ഇതിന്റെ ഇടയ്ക്ക് റീമി എപ്പോഴും അങ്ങോട്ട് ഞാൻ പറയട്ടെ, ചില സംഗതികൾ വരുമ്പോ ആഹാ എന്ന് പറഞ്ഞപ്പോ ഞാനോട് അവിടെ കൊച്ചു തകൃതിയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന റീമി അവിടെ. ഞാൻ ആസ്വദിക്കുന്നതിന്റെ ഭാഗം. ഈ കൊച്ച് അത്രയും നല്ലത് പാടിയോട് ഞാൻ ആസ്വദിച്ചപ്പോ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പൊ എനിക്കൊരു സംശയം, ഇവരിത് കേൾക്കുന്നത് ഒരു ഉറങ്ങുവാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. മീലുട്ടിയെ കാണിച്ചു. ഓക്കെ എന്താണേലും ഈ അമ്മയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മ നോക്കിക്കോ, ടോപ്പ് സിംഗർ കഴിയുമ്പോഴത്തേക്കും ഞാൻ റെഡിയാക്കി എടുക്കും. റെഡിയാക്കി എടുക്കും. അല്ല, അമ്മയുടെ പേരെന്താ? ലിനി. ലിനി. ഓക്കെ ചേച്ചി, മത്സേട്ടൻ എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ്, ടോപ്പ് സിംഗർ കഴിയുന്നതിന് മുമ്പ് ഭാത് വരാതെ സംസാരിക്കുന്ന ചേച്ചിയെ ഞങ്ങൾ കാണണം. ഓക്കെ, അപ്പൊ ഇനി മാർക്ക്. സെബ മൂൺ, എന്ത്? we are proudly giving you 98 out of 100. താങ്ക് യു സർ. തമിക്കുട്ടി ഹാപ്പി ആയല്ലോ? ഈ പൂക്കുറ്റി വേണ്ട നമുക്ക്? വേണോ? ആടിയൊരു ലിനിയമ്മ പൂക്കുറ്റി. അപ്പൊ അച്ഛനെയും തിരക്കിയെന്ന് പറയണം കേട്ടോ. ഓക്കെ ഓക്കെ ബൈ, ഓൾ ദി ബെസ്റ്റ്. ബൈ.